കേരളത്തിലെ പട്ടണങ്ങളിലെ ചുമരുകളിൽ ചോക്കും കരിയും ഇലകളും ഉപയോഗിച്ച് ചിത്രങ്ങളാൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കലാകാരനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ പടം ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, രജനീകാന്ത്, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ആരെ വേണമെങ്കിലും പറയും. 50 രൂപ കിട്ടി. 50 രൂപ കിട്ടി. അന്ന് 50 രൂപ. അന്നത്തെ 50 രൂപ. അപ്പൊ അത് പണക്കാരൻ്റെ ഒരു ഇതുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ അത് വിട്ടു. 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ തന്നെ ഭാഗം എടുത്ത് പോകുന്നു. പടം വരയ്ക്കുമ്പോൾ നാട്ടുകാരെ വളർത്തുക. അയ്യോ എന്ത് സ്പീഡാ പ്രോത്സാഹിച്ചെന്നെ വളർത്തി. ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളെ എങ്ങനെ കെട്ടിച്ചു തന്നെ? അതിനെ കഥ കിടന്നിട്ട് വീട്ടിൽ ചെന്നപ്പോ അമ്മ കഥയിൽ പെണ്ണേറ്റു. അങ്ങനെ പെണ്ണേറ്റു. കേരളവും തമിഴ്നാടെല്ലാം അലഞ്ഞ് നടന്ന് വരയ്ക്കാറൊക്കെ ഉണ്ട്. കയറി കിടക്കാൻ ഒരു സ്ഥലം പോലും കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ഈ ജന്മം വരച്ചു തീർക്കാൻ പോവാണ് അല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര പ്രായമൊക്കെ ആയില്ലേ ഇനി റോട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നേ? ആവശ്യമൊന്നുമില്ല. ഉറക്കമൊക്കെ എവിടാ? അത് കടന്നു. എന്തെങ്കിലും ദുരനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ പോക്കറ്റ് അടിച്ചു, അവർ ഉപദ്രവിച്ചോ? കേരളത്തിലെ പട്ടണങ്ങളിലെ ചുമരുകളിൽ ഇലയാലും കരിയാലും ചോക്കുകളാലും ചിത്രങ്ങളുടെ മായാലോകം സൃഷ്ടിക്കുന്ന ഒരു അത്ഭുത മനുഷ്യൻ. ചെറുപ്പത്തിലെ തന്നെ വീട് വിട്ടിറങ്ങി കേരളവും തമിഴ്നാടും ഉൾപ്പെടെ അലഞ്ഞ് തന്റെ കഴിവ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന രാജുചേട്ടന്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. എത്ര വയസ്സുണ്ട്? 65. ഈ എത്രാം വയസ്സിലാണ് തുടങ്ങിയത്? 10ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. എവിടെ സ്വദേശം? തിരുവനന്തപുരം നെടുമങ്ങാട്. പത്മനാഭന്റെ ആളാണോ? ഇപ്പോ ഈ കേരളത്തില് മാത്രമാണോ ഇങ്ങനെ ചിത്രം വരച്ച് പോകുന്നത്? അല്ലല്ല, തമിഴ്നാട്ടിലും വരയ്ക്കാൻ പോയിട്ടുണ്ടോ? കന്യാകുമാരി മദ്രാസ് വരെ പോയി ചിത്രം വരച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, പൈസ ഒന്നും കിട്ടാനില്ല. പ്രത്യേകിച്ച് നമുക്ക് യാതൊരു ലാഭമല്ല ഇങ്ങനെ ചിത്രം വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ തീരുമാനിച്ചു? ചിലപ്പോ കിട്ടും, ചിലപ്പോ എല്ലാം കിട്ടും. എന്നാലും പൈസയാണോ എന്റെ ലക്ഷ്യം? അല്ല, പൈസയല്ല. എന്റെ ചിത്രങ്ങൾ മാത്രം. ചേട്ടന്റെ ചിത്രങ്ങൾ ലോകത്തെ കാണിക്കാനാണോ? ചുമ്മാ ഒരു ഹോബി, അത്രേ ഉള്ളൂ. എത്രാമത്തെ വയസ്സിലെ ഈ ഹോബി തുടങ്ങി? ഞാൻ 10 വയസ്സിൽ തുടങ്ങി. 10ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ അത് വിട്ടു. 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ തന്നെ ഭാഗം എടുത്ത് പോന്നു വരയ്ക്കാനായിട്ട്. ആദ്യത്തെ ചിത്രം വരച്ച എവിടെ? തിരുവനന്തപുരം പാളയം. ഏറ്റവും ആദ്യത്തെ ചിത്രം വരച്ചത് തിരുവനന്തപുരം പാളയത്തെ ചുമരിലാണോ വരച്ചത്? വെയിറ്റിംഗ് ഷെഡിലാണ് വരച്ചത്. ആദ്യത്തെ ചിത്രം വരച്ചത് തിരുവനന്തപുരം പാളയത്തുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിലാണ്. അതും 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. കരിക്കട്ട കൊണ്ട് മാത്രം. അപ്പൊ കളർ ചോക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെയാണ് കളർ ചോക്ക് കടയിൽ കണ്ടത്. ആദ്യമായിട്ട് വരച്ചപ്പോ കളർ ചോക്കിന്റെ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു. കരിക്കട്ട വരച്ചിട്ടാണ്. ഈ കരിക്കട്ട എവിടെ നിന്ന് എടുക്കുന്നത്? അത് തട്ടട തട്ടട എടുത്തിട്ട് അതുകൊണ്ട് വരച്ചു. പിന്നെ പച്ചില